നമസ്തേ. സന്ദേശമാല കാണുന്ന എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ചെയ്യുന്ന കർമ്മങ്ങളുടെ വിജയപ്രാപ്തിക്ക് വേണ്ടി മനസ്സ് എപ്പോഴും സന്നദ്ധമായിക്കൊണ്ടേയിരിക്കണം. കർമ്മങ്ങളിൽ വ്യാപരിക്കാനുള്ള മനോധൈര്യം സുപ്രധാനമാണ്. ഉള്ളവർ അഥവാ സമ്പന്നർ എന്ന് ഉറപ്പായി പറയാവുന്ന ഒരു കൂട്ടരേ ഉള്ളൂ. അത് മനോധൈര്യം ഉള്ളവരാണ്. അതില്ലാത്തവർക്ക് മറ്റെന്തൊക്കെ ഉണ്ടായാലും ഒന്നുമില്ലാത്ത അവസ്ഥയാണ്. ചിത്തബലമാണ് ശക്തവും ശാശ്വതവും, വിത്തബലവുമല്ല. മനോധൈര്യത്തിന് ഉടമയാവുക എന്നതാണ് യഥാർത്ഥത്തിലുള്ള ഉടമസ്ഥത. അത് സ്ഥിരവും ദൃഢവുമാണ്. അതുണ്ടെങ്കിൽ മറ്റെല്ലാം വഴിയേ ഉണ്ടായിക്കൊള്ളും എന്നാണ്. ഭൗതികവും ബാഹ്യവുമായ സമ്പത്തുകളിന്മേലുള്ള ഉടമസ്ഥതയാവട്ടെ ഒട്ടും ശാശ്വതമല്ല. അതെല്ലാം ക്രമേണ നശിച്ചു പോകുന്നതാണ്. ഉള്ള സമ്പത്തെല്ലാം നഷ്ടപ്പെട്ടു പോയാൽ മനോധൈര്യമുള്ളവർ അതേ ചൊല്ലി ദുഃഖിക്കുകയില്ല. അതും അതിലപ്പുറവും വീണ്ടും ഉണ്ടാക്കാമെന്ന ഉറച്ച ധൈര്യം അവർക്ക് മൂലധനമായി ഉണ്ടായിരിക്കും. മനോധൈര്യമുള്ളവൻ്റെ അടുക്കൽ ഐശ്വര്യദേവത സ്വയം വഴി ചോദിച്ചറിഞ്ഞ് ചെന്നെത്തും. അവനെല്ലാ സൗഭാഗ്യങ്ങളും അനായാസകരമായി ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഈ താമര, ആമ്പൽ തുടങ്ങിയ ജലപുഷ്പങ്ങൾ അവ സ്ഥിതി ചെയ്യുന്ന ജലാശയത്തിലെ വെള്ളം എത്രത്തോളം ഉയരുന്നുവോ അത്രത്തോളം അവ ഉയർന്നു വരും. അവയുടെ തണ്ടുകൾ ഉയർച്ചക്കനുസരിച്ച് വളരെ വേഗം നീണ്ടുവരും. അതുപോലെ തന്നെയാണ് മനുഷ്യരുടെ കാര്യവും. എത്രത്തോളം മനോധൈര്യവും ഉത്സാഹവും അവർക്കുണ്ടാവുന്നുവോ അത്രത്തോളം ഉന്നതിയും അവർക്കുണ്ടാവും. എപ്പോഴും അഭ്യുദയം മാത്രമായിരിക്കണം നമ്മുടെ ഉന്നം. അതിനെക്കുറിച്ചുള്ള ചിന്തയും ഉത്സാഹവും മനസ്സിൽ സദാ ഉണ്ടായിക്കൊണ്ടിരിക്കുകയും വേണം. ഒരുപക്ഷെ ഉദ്ദേശിച്ചത്ര അവ ഫലപ്രദമായില്ല എന്നു വരാം, അഥവാ പരാജയപ്പെട്ടു പോയി എന്നു തന്നെ വരാം. എങ്കിൽ പോലും ആ ഉന്നം കൈവിടാൻ പാടില്ല. അങ്ങനെയുള്ളവർക്ക് ആത്യന്തികമായ വിജയം സുനിശ്ചിതമായിരിക്കും. സ്വാഭാവികമായി തോൽവി മനോധൈര്യമുള്ളവരെ ഒരിക്കലും തളർത്തുകയോ പിൻവലിക്കുകയോ ചെയ്യില്ല. അവരതൊന്ന് പിന്തിരിപ്പിക്കുകയില്ല. കൂടുതൽ ഉത്സാഹത്തോടെ മുന്നോട്ട് വരാനുള്ള ധൈര്യം അതവർക്ക് നൽകും. ഒരു ക്രൂരമ്പേറ്റു എന്ന് വെച്ചിട്ട് ആനയുടെ വീര്യവും മഹത്വവും ഒന്നും കുറയില്ലല്ലോ. മനോധൈര്യം ഇല്ലാത്തവർക്ക് ഈ ലോകത്തിൽ ദാനശീലം എന്ന മഹത്വത്തിൻ്റെ പേരിൽ അഭിമാനിക്കാനുള്ള അവസരം ഉണ്ടാവുകയില്ല. കാരണം അവർക്ക് മനോധൈര്യം കൊണ്ടുള്ള പ്രയത്നശീലം കൊണ്ടുള്ള സമ്പാദ്യം കൊണ്ടുള്ള ദാനശീലം കൊണ്ടുള്ള അഭിമാനമോ ഒന്നും ഉണ്ടാവുന്നില്ല. എല്ലാത്തിൻ്റെയും അടിസ്ഥാനം മനോധൈര്യം തന്നെയാണെന്ന് സാരം. ഭീമമായ വലിപ്പവും ശത്രുവിനെ എതിർക്കാൻ പാകത്തിലുള്ള കൂർത്ത കൊമ്പുകളും ആനയ്ക്കുണ്ട്. എങ്കിൽ പോലും പുലി നേർക്കുനേരെ ആക്രമിക്കാൻ വരുമ്പോൾ ആന ഭയന്ന്
വിരണ്ടു. എന്തുകൊണ്ട്? മനോധൈര്യത്തിൻ്റെ കുറവ് മാത്രമാണ് ആ ഭയപ്പാടിന് കാരണം. പുലിക്ക് ആകൃതി കൊണ്ട് ആനയേക്കാൾ വലിപ്പമില്ല, കൂർത്ത കൊമ്പുകളും ഇല്ല. എങ്കിലും മനോധൈര്യത്തിൻ്റെ കൂടുതൽ കൊണ്ട് അവ ആനയെ തളർത്തിക്കളയുന്നു. ഏതൊരാളുടെയും വിജയത്തിൻ്റെ രഹസ്യം മനോധൈര്യം തന്നെയാണ്. ഉജ്ജ്വലമായ അറിവിൻ്റെ ബലം കൊണ്ട് തന്നെയാണ് മനോധൈര്യം. അതില്ലാത്ത ജനങ്ങൾ പാഴ്മരങ്ങൾക്ക് സമമാണ്. പക്ഷേ ഈ മരങ്ങൾ ആകൃതി കൊണ്ട് വ്യത്യസ്തരായിരിക്കും എന്ന് മാത്രം. ഇവയ്ക്ക് സാക്ഷാൽ മരങ്ങളെ പോലെ തണൽ വിരിക്കാൻ കഴിയുകയില്ല. ഇവ ഒരിക്കലും പൂക്കുകയുമില്ല, ഫലങ്ങളും ഇവയിൽ ഉണ്ടാവുകയില്ല. വീട്ടാവശ്യങ്ങൾക്കുള്ള പണിത്തരമോ ഫർണിച്ചറുകൾക്കുള്ള ഉരുപ്പടിയോ വെള്ളത്തിലൂടെ സഞ്ചരിക്കുന്ന തോണിക്കോ കരയിലൂടെ സഞ്ചരിക്കുന്ന ക്ഷേത്രത്തിലെ രഥത്തിനോ ഒന്നിനും ഈ മരം കൊണ്ട് പ്രയോജനപ്പെടുകയില്ല. എല്ലാം കൊണ്ടും ഉത്തരം മനുഷ്യരുടെ ഭാവമാണ്. അത്തരം മനുഷ്യരുടെ പണങ്ങളുടെ സ്ഥാനം മരത്തേക്കാൾ താഴെയാണ്. വെറുതെ ഒന്ന് ആലോചിച്ചു.